ഒരുത്തനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കിടന്ന് വട്ടത്തിരിക്കുന്നത്. ബാക്കി ആർക്കും കുഴപ്പമില്ല. പൈസേട്ടൻ്റെ ടിപ്പർ പോവാമോ? ആരുടെയാണ്? പൈസേട്ടൻ. പൈസേട്ടൻ്റെയാ? ആരായിരുന്നു ഡ്രൈവർ? നമ്മുടെ ബാലേട്ടനെ മരുതൂട്. ആള് ആനെങ്കിലും വരുമ്പോൾ ആളെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. എപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നോക്കിക്കണ്ട അവനെ തപ്പി നടക്കുന്നു. ഏതൊക്കെയാണ് ആവോ ആനപ്പുറത്തിരിക്കുന്നത്. അവന്മാർ ഇനി ജീവനെയും കയറില്ല. പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്നൊക്കെ അവിടെ. ഈ ആന അടഞ്ഞു കഴിഞ്ഞ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും അതിന് ഇതാക്കുന്നത്. അങ്ങനെ തന്നെ ആൾക്കാർ കയറിട്ടിട്ടുണ്ട്. കുടിഞ്ഞ ഒന്ന് ഇട്ടു കേട്ടാ, പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ടു, മുമ്പിലത്തെ കല്ലിട്ടു. അല്ല അതല്ല അല്ലേ, അതാ ടിപ്പർ. അതാ ടിപ്പർ പോയി. അതിന് മറിച്ചേ അതൊന്നും കാര്യമൊന്നുമില്ല അവർക്ക്. എന്തോ ഒരു 20 ടണ്ണ് ഉണ്ടാവും. അതിനൊക്കെ മറിച്ചിടും. അത് ഇപ്പുറത്ത് അങ്ങോട്ട് കൊണ്ട് തിരിയല്ലേ. പാർട്ടിക്ക് ഇറങ്ങിയാൽ പിടിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ചേറാണ്. ബാലേട്ടൻ്റെ ലോറി പോകും, ടിപ്പർ പോകും തോന്നുന്നുണ്ട്. എൽ.ഇ.ഡി കമ്പനിക്കാർക്ക് ഇൻഷുറൻസ് കിട്ടില്ലേ ഫാബ്രിക്ക അല്ലേ? കിട്ടുമായിരിക്കും. എല്ലാം തള്ളി നോക്കി. ഇപ്പൊ ഒന്നുമില്ലാത്ത ലോറിയാണെങ്കിൽ പോലെ പോലെ ആനടിഞ്ഞ് അങ്ങോട്ട് പോ. ഇപ്പൊ തന്നെ തിരിച്ചു നിർത്തിക്കോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ തിരിക്കാൻ പറ്റില്ല. ലോറിയാണ് പറഞ്ഞു നിന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും. അവിടെ ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയായി സൈഡ് പാടത്തേക്ക്. നോക്ക് എന്നാലും ബൾബൊക്കെ പോയി. ആ പാപ്പനെ തപ്പി നടക്കുകയാണ്. അവന്മാർക്ക് ലോറി ചാടാനും പറ്റല്ലേ. അവർ കയറിടാൻ നിൽക്കണേ. പ്ലാസ്റ്റിക് കയറിട്ടാൽ പിന്നെ പ്രശ്നമുണ്ട്. അത് ടൈറ്റാവും. അപ്പോൾ കാല് വേനയ്ക്കൊണ്ട് നിൽക്കും. ഈ ആൾക്കാർ തന്നെ പ്രശ്നം ഉണ്ടാക്കണത് അതിൻ്റെ കാലിലോട്ട് പോയിട്ട്. ആൾക്കാൻ്റെ ഗേറ്റൊക്കെ പോവോ? പാപ്പനടുത്ത ദേഷ്യം ഗ്രൗണ്ടിൽ നിന്ന് അവനെ തപ്പി നടക്കുന്നത്, വേറെ ആരും ഒന്നും ചെയ്യില്ല, അവനെ മാത്രം നോക്കിയത്. സാധാരണ ആൾ കയറി വന്നു.